പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തു യു എസിന് സംഭവിച്ച നാശനഷ്ടത്തെക്കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തിടെ അവരുടെ യുദ്ധവിമാനമായിട്ടുള്ള F-15E ഇറാന് ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊന്ന് കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം തന്നെയാണ് യു എസിന് സംഭവിച്ചിരിക്കുന്നത്. അത് ഈ F-15Eയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ട് അവരുടെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ ഇറാന് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ഡ്രോണുകൾ, അങ്ങനെയുള്ള പല സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ഇറാന് സാധിച്ചു. നമുക്കറിയാം, ഈ ഒരു യുദ്ധത്തിൽ യു എസ് മാത്രമല്ല, യു എസിനെ സഹായിക്കാനായിട്ട് ഇസ്രായേലുണ്ട്. ഇസ്രായേലിന് പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ? യു എസിന് മാത്രമാണോ ഇതിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത്? ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും സഖ്യകക്ഷികൾ എന്നുള്ള നിലയിൽ ഒരുമിച്ചാണ് ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും ചേർന്നിട്ട് 10,000 ആക്രമണങ്ങൾ ഇറാന് മേൽ നടത്തിയെന്നാണ് അവകാശവാദം അല്ലെങ്കിൽ കണക്കുകൾ പുറത്തു പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ 30ഓളം ആകാശയാനം എന്ന് ഞാൻ പറയുമ്പോൾ വിമാനങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങൾ, അവാക്സ് വിമാനങ്ങൾ, അതുപോലെ ആക്രമണ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്, ഇതെല്ലാം കൂടെ 30ഓളം എണ്ണം അമേരിക്കയുടെ ഇത് നഷ്ടപ്പെട്ടു. അത് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു കണക്കാണ്. അത് ഏതൊക്കെയാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം ഡ്രോണുകളാണ്. 18 ഡ്രോണുകൾ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റ യുദ്ധവിമാനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇറാന്റെ മിസൈൽ ഇസ്രായേലിലേക്ക് പതിച്ചതിന്റെ ഫലമായിട്ട് 2-3 യാത്രാ വിമാനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധവിമാനങ്ങളെ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനങ്ങൾ ഒരുപോലെ ഇറാനിൽ പോയി ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ മാത്രം കേടുപാടുകൾ സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്യുന്നത്? അതിന് വിദഗ്ധരെ ഈ വിഷയം വിശകലനം ചെയ്തിട്ടുണ്ട്, പ്രതിരോധ വിദഗ്ധരെ. ഇതൊരു വലിയ കൗതുകകരമായിട്ടുള്ള ഒരു സംഭവമാണെന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് അതിൻ്റെ ചില കാരണങ്ങളൊന്ന് പൊതുവെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും വിശദമായിട്ട് അതിലേക്ക് കടക്കാം. ഇപ്പം ഇസ്രായേലിൻ്റെ പ്രത്യേകത, ഇസ്രായേൽ എന്ന രാജ്യം ജീവിക്കുന്നത് യുദ്ധം ചെയ്യാനായിട്ടാണ്. അവർക്ക് യുദ്ധമില്ലാത്ത ഒരു ദിവസവുമില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ ഒന്നുകിൽ ഇസ്രായേൽ ഹൂതികളുമായിട്ട്, ഒന്നുകിൽ ഇസ്രായേൽ ഹെസ്ബള്ളയുമായിട്ട്, ഒന്നുകിൽ ഇസ്രായേൽ ഇറാനുമായിട്ട്, ഒന്നുകിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം, ഇസ്രായേൽ നിരന്തരമായ പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ഹമാസുമായിട്ട്. അപ്പം നിരന്തര പോരാട്ടത്തിലുള്ള ഒരു രാജ്യത്തിന് സദാ ജാഗരൂകമാണ്. അമേരിക്ക അങ്ങനെയല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കുറച്ച് ആത്മവിശ്വാസം അമേരിക്കയ്ക്ക് കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആധുനിക യുദ്ധവിമാനങ്ങൾ. അപ്പോൾ ആ ഒരു അമിത ആത്മവിശ്വാസം ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കോർഡിനേഷൻ. ഗൾഫിലുള്ള ഫോർവേഡ് ബേസസിൽ നിന്നാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാനായിട്ട് പറന്നു വരുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ ഡിഫൻസ് പ്രതിരോധ സംവിധാനങ്ങളുമായിട്ടുള്ള കൃത്യമായ ഒരു കോർഡിനേഷൻ ഇതുവരെ അച്ചീവ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. അതൊന്നാമത്തേത്. രണ്ടാമത്തെ വിഷയം, അമേരിക്കയുടെ പല അസറ്റുകളും, അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പല നിർണായക റഡാറുകളാണെങ്കിൽ ഇതൊന്നും തന്നെ പ്രോപ്പർ സംരക്ഷണം ഇല്ലാതാണ് ഗൾഫിൽ. അതായത് അതെല്ലാം സിറ്റിംഗ് ഡക്സ് ആണ്, വേഗത്തിൽ ആക്രമണത്തിന് വിധേയമാവാം. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇത്തരം അമേരിക്കൻ അസറ്റുകളെ കുറിച്ച് കൃത്യമായ കോർഡിനേറ്റ്സ്, അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് റഷ്യയും ചൈനയും ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റൊരു വിഷയം. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചാകട്ടെ അങ്ങനെയല്ല. അവർ കൃത്യമായിട്ട് അതെല്ലാം ഹാങ്ങറുകളിലോ ഭൂഗർഭ അറകളിലോ ആണ് സൂക്ഷിക്കുന്നത്. അത് മറ്റൊരു വിഷയം. പിന്നെ ഈ ഹൈ റിസ്ക് ഏരിയാസിലോട്ട്
ഇസ്രായേല് ഒരിക്കലും അവരുടെ യുദ്ധവിമാനങ്ങൾ അയക്കാറില്ല. പകരം ഹൈ റിസ്ക് ഏരിയയിൽ മുഴുവൻ ഇസ്രായേൽ ചെയ്യുന്ന അവരുടെ ഡ്രോണുകളാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ 18 ഡ്രോൺ നഷ്ടപ്പെട്ടത്. അത് ഡ്രോൺ നഷ്ടപ്പെടും എന്ന് അവർക്കറിയാം. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുക്കാം. പക്ഷെ മനുഷ്യജീവനോ ഡ്രോണിനേക്കാൾ വില കൂടിയ വിമാനങ്ങളോ നഷ്ടപ്പെടില്ല. അപ്പൊ അതായത് യുദ്ധത്തിന്റെ ആസൂത്രണം, യുദ്ധത്തിന്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക്, യുദ്ധം ചെയ്തുള്ള പരിചയം, റെസിലിയൻസ് എന്ന് പറയുന്ന അത് ഒരു മെയ്വഴക്കം, ഇതിലൊക്കെ അമേരിക്കയേക്കാൾ ഇസ്രായേൽ മുമ്പിലാണ്. അമേരിക്കയുടെ ഇതിന്റെ ഒരു തമാശ, ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ അതേ യുദ്ധവിമാനങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന F-15, F-16, F-35 ഒക്കെ അടങ്ങുന്ന അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങൾ തന്നെ, അല്ലെങ്കിൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, തന്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു പടി ഇസ്രായേൽ അമേരിക്കയേക്കാൾ മുന്നിലാണ്. പിന്നെ അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തുള്ള ഒരു രാജ്യമല്ല അമേരിക്ക. അവരുടെ നാവിക വ്യൂഹങ്ങളുടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ ഫോർവേഡ് ബേസിസിൻ്റെയും ഒക്കെ പിന്നെ അതൊക്കെ ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തുന്നത്. അതിൻ്റെതായ ഒരു പരിമിതിയും അവർക്കുണ്ട്. ഇപ്പൊ മുഖ്യമായിട്ടും ഞാൻ ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയാം. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ F-35, A-10 തണ്ടർബോൾട്ട്, ഇത് രണ്ടും ഓരോന്ന് നഷ്ടപ്പെട്ടു. F-35 രണ്ടെണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അതൊക്കെ പിന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന പിന്നെ കണക്കുകളാണ്. ഞാനിപ്പോൾ അതിന്റെ കൃത്യതയിലേക്ക് നമുക്ക് പോകാൻ ഒരു നിർവാഹവുമില്ല. ലോകത്ത് അമേരിക്കയ്ക്കല്ലാതെ വേറെ ആർക്കും അതറിഞ്ഞൂടാ. E-3, അതുപോലെ E-3 സെൻട്രി അവാക്സ് വിമാനം അതൊരെണ്ണം നഷ്ടപ്പെട്ടു. MQ-9 റീപ്പർ ഡ്രോണുകൾ 17 എണ്ണം പോയി. KC-35 എന്ന് പറയുന്ന ഏരിയൽ റീഫ്യൂവലിംഗ്, അതായത് ഒരു വിമാനത്തിൽ ഇന്ധനം കുറയുമ്പോൾ ആ റീഫ്യൂവൽ ചെയ്യുന്ന ആ ഒരു വിമാനം പോയി. F-15 ഈഗിൾ വിമാനങ്ങൾ ആദ്യം ഫ്രണ്ട്ലി ഫയർ എന്നുള്ള നിലയ്ക്ക് 3 എണ്ണം കുവൈത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം 1 എണ്ണമോ 2 എണ്ണമോ ഇറാനിൽ തകർന്നു വീണു. ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ 3 എണ്ണം പോയി. ഇങ്ങനെ കണക്കുകൾ ഇതിൽ കൂടത്തേ ഉള്ളൂ, കുറയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ 28 എണ്ണമുണ്ട് മൊത്തത്തില്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു ഞെട്ടലാണ് അമേരിക്കയ്ക്ക്. ഇവിടെ അമേരിക്ക ദൗർഭാഗ്യവശാൽ അമേരിക്കയ്ക്ക് ഈ ഒരു ഒരു തന്ത്രം, അവരുടെ ഏരിയൽ ലോസസ് കുറയ്ക്കാനുള്ള തന്ത്രം അവർ ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ വിമാനം നഷ്ടപ്പെട്ടാലും ശരി, അത് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. അതിന്റെ ചെലവ് കുറയ്ക്കുക എന്നുള്ളതിലല്ല ലക്ഷ്യം നേടുന്ന, അത് യുദ്ധതന്ത്രത്തിന്റെ വാർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസമായിരിക്കാം. ഇസ്രായേലിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്ക വലിയൊരു രാജ്യമാണ്, വലിയ സമ്പദ്ഘടനയുള്ള രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ചില്ലറ നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും ആത്യന്തിക ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ വാർ ഡോക്ട്രിൻ. അതാണ് ഒരു വിഷയം. പിന്നെ ഈ ഗൾഫ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് ഗൾഫിലെ ബേസസ് ഒന്നും തന്നെ പ്രോപ്പർലി സെക്യൂർഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് UAE, ബഹ്റൈൻ, കുവൈത്ത്, സൗദി, പിന്നെ അതുപോലെ ജോർഡാൻ. ഈ വെസ്റ്റ് ഏഷ്യയിലെ ജോർഡാൻ, ബാക്കിയെല്ലാം ഗൾഫ് രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ തന്നെ ബലിസ്റ്റിക് മിസൈലുകളും ഷഹീദ് ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്താൻ പറ്റി. ആ ആക്രമണത്തിൽ അമേരിക്കയുടെ റഡാർ, അതായത് താഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള റഡാറുകൾ, അവിടെ പാർക്ക് ചെയ്ത വിമാനങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഇതിനൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇത് ഈ ഒരു പിന്നെ സംഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ടെലിവിഷനിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ ടുപോളോവ് TU എന്ന സീരീസിലുള്ള പിന്നെ ബോംബർ വിമാനങ്ങൾ 4-5 എണ്ണം ഒറ്റയടിക്ക് റഷ്യയുടെ പിന്നെ യുക്രൈൻ അതിർത്തിയിൽ നിന്നും 1000-2000 കിലോമീറ്റർ അകലെ പാർക്ക് ചെയ്യുന്നത് ആ പ്രദേശത്ത് നുഴഞ്ഞു കയറി ഫസ്റ്റ് പേഴ്സൺ വ്യൂ FPV ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാൻ യുക്രൈന് കഴിഞ്ഞു. അന്ന് ഇതെങ്ങനെ സാധിച്ചുവെന്ന് ആദ്യം ലോകം മുഴുവൻ അന്തം വിട്ടു. പിന്നീടാണ് മനസ്സിലായത് ഈ ഡ്രോണുകൾ യഥാർത്ഥത്തിൽ കള്ളക്കടത്തിലൂടെ റഷ്യയുടെ ഉള്ളിലേക്ക് കടത്തി ആ വിമാനത്താവളത്തിന്റെ അടുത്തൊരു 200-250 മീറ്റർ അകലെ നിന്ന് പ്രയോഗിച്ചതാണിത്. ഇവിടെ സംഭവിച്ചത്, ഈ വിമാനത്താവളം റഷ്യ വളരെ ആലസ്യത്തിലായിരുന്നു. ഒന്നാമത്തെ വിഷയം, ഇങ്ങനെയൊന്നും ഒരു എയർപോർട്ടിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് റഷ്യ ചിന്തിച്ചു. അതൊന്നാമത്തെ വിഷയം.
രണ്ടാമത്തെ വിഷയം, ഈ വിമാനങ്ങൾ സൂക്ഷിക്കേണ്ടത് ഭൂഗർഭ അറകളിലാണ്. പക്ഷേ അത്തരം സൈലോസിലൊന്നുമല്ല. വിമാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിമാനത്താവളത്തിൽ ഓപ്പൺ സ്പേസിൽ ആർക്കും ഉപഗ്രഹങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ആന മണ്ടത്തരം ഒരിക്കലും ഒരു രാജ്യം കാണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആന മണ്ടത്തരമാണ് അന്ന് റഷ്യ കാണിച്ചത്. അങ്ങനെയാണ് നാലോളം വിമാനങ്ങൾ, അതിലധികമോ വിമാനങ്ങൾ റഷ്യക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെ അമേരിക്കയും ഏതാണ്ട് ഇതേ ഒരു മണ്ടത്തരം കാണിച്ചു. കാരണം ഗൾഫിലുള്ള ഈ പറയുന്ന അമേരിക്കയുടെ ഫോർവേഡ് ബേസസിന് വേണ്ടത്ര സെക്യൂർ ആയിരുന്നില്ല. ഈ വിമാനങ്ങൾ പലതും സൂക്ഷിച്ചിരുന്നത് ഓപ്പൺ സ്പേസിലായിരുന്നു, അല്ലെ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന് പിന്നെ ഒരുപക്ഷെ നിരീക്ഷണ ചാര ഉപഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കാം അമേരിക്ക അങ്ങനെ ഒരു സാഹസം കാണിച്ചത്. പക്ഷേ ഇറാന് കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് പിന്നെ റഷ്യയിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അസറ്റുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു. അതാണ് അവിടെ വന്ന മറ്റൊരു വിഷയം. പിന്നെ ഈ ഗൾഫുമായിട്ടുള്ള ഒരു കോർഡിനേഷന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, കുവൈത്തിൽ വെച്ച് കുവൈത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മിസൈലുകളേറ്റാണ് 3 F-15 വിമാനങ്ങൾ തകർന്നു വീണത്. അത് ഫ്രണ്ട്ലി ഫയർ എന്നൊക്കെ പറയുന്നത് അത് സംഭവിച്ചത് അവരുടെ 2 സിസ്റ്റവും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയും കോർഡിനേഷനകത്തിൽ വന്ന ഒരു പാകപ്പിഴയാണ്. ഗൾഫ് വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്യാത്ത രാജ്യങ്ങളാണ് ഗൾഫിന് യുദ്ധം ചെയ്ത് പരിചയമേ ഇല്ല. അത് സൗദിക്ക് പോലും കൃത്യമായി യുദ്ധം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. പുതിയകളെ മാത്രം നേരിടുക. അപ്പം സ്വാഭാവികമായിട്ടും ഒരു വലിയ തങ്ങളെപ്പോലെയുള്ള ഒരു തുല്യ ശക്തിയോ, ഇറാൻ ഒരുപക്ഷെ ഗൾഫിനേക്കാൾ വലിയ ശക്തിയാണ്, അങ്ങനെയുള്ള ഒരു ശക്തിയുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഗൾഫിനുണ്ടായ ഒരു പകപ്പുണ്ടല്ലോ, ആ പകപ്പിലാണ് ഈ ഗൾഫിലെ അമേരിക്കയുടെ വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടത്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, അവര് റിസ്ക് ഉള്ള ഏരിയകളിലേക്ക് വിമാനം വിടില്ല, പകരം അവിടേക്ക് ഡ്രോൺ ആക്രമണം നടത്തും. അവര് കൂടുതൽ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിക്കും. ഇറാന്റെ ക്ലോസ്ഡ് സർക്യൂട്ട് ടിവികൾ മുഴുവൻ അവർ ഹാക്ക് ചെയ്തു. ഇറാന്റെ നേതൃത്വത്തിന്റെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തു. അങ്ങനെ ഇറാൻ നടത്തുന്ന അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്ന ഒരു യുദ്ധതന്ത്രത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെ ലഭിക്കുന്ന ഇന്റലിജൻസ് മുഴുവൻ അമേരിക്കയ്ക്ക് ഷെയർ ചെയ്യുമെങ്കിലും ദൗർഭാഗ്യവശാൽ ആ ഇന്റലിജൻസ് ഉപയോഗിക്കാനുള്ള ഒരു മെയ്വഴക്കം, റെസിലിയൻസ്, അത് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അമേരിക്കൻ സൈന്യത്തിനില്ല. അമേരിക്കൻ സൈന്യം ഒരു വലിയ രാജ്യത്തിന്റെ സൈന്യം എന്നുള്ള നിലയിൽ അവർ മറ്റൊരു രീതിയിലാണ് അവരുടെ ഓപ്പറേഷൻ ടാക്ടിക്സ് എല്ലാം തന്നെ. അപ്പൊ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടികൾ. ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് ഇതേ രീതിയിലുള്ള തിരിച്ചടികൾ അമേരിക്ക കുവൈത്ത് ആക്രമണം ഇറാഖ് നടത്തിയിട്ട് ആ കാലഘട്ടത്തിൽ അമേരിക്കൻ സൈന്യം അവിടെ എത്തുമ്പോൾ മൊത്തത്തിൽ 100-ലധികം അമേരിക്കയ്ക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കാരണം ഈ ഒരു ആലസ്യം, യുദ്ധവിമാനം പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയാണ് അമേരിക്കയുടേത്. ഇത്തരം ഒരുപാട് പഴുതുകൾ അമേരിക്കയുടെ യുദ്ധതന്ത്രത്തിലുണ്ട്. ഈ പഴുതുകളാണ് അവിടെ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് മെച്ചപ്പെട്ട രീതിയിൽ യുദ്ധം ചെയ്യാനും അതുപോലെ തങ്ങളുടെ നഷ്ടങ്ങൾ കുറയ്ക്കാനും. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്, അവർക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ഇപ്പം ബാംഗ്ലൂരിന്റെ അത്രയും ജനസംഖ്യ മാത്രമുള്ള ഒരു ഇന്ത്യയിലെ ഒരു നഗരം പോലെയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ഒരുപാട് ഈ 9 അയൺ ഡോം സിസ്റ്റംസ് വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ ഡേവിഡ് സ്ലിംഗ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് ചെറിയ പ്രദേശമാണ്, ഡിഫെൻഡ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെയല്ല ഗൾഫിൽ പല രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന അമേരിക്കയുടെ ഫോർവേഡ് ബേസസ്. ഇതെല്ലാം ആണ് അമേരിക്കയ്ക്ക് ഈ ഒരു പാളിച്ച അല്ലെങ്കിൽ ഈ ഒരു നഷ്ടം ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഇതൊക്കെ വിലയിരുത്തിയിട്ട് യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ മാറ്റുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യത്യാസങ്ങളോടെ പുറത്ത് കാര്യങ്ങൾ വരികയും ചെയ്യും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നവർക്ക് നമുക്കത് കൂടുതൽ വിശകലനം ചെയ്യാം.